ഹലോ ഗേൾസ്, വെൽക്കം ടു ഹൈസ് ഐൻസ് വേൾഡ്. അപ്പോൾ ഇന്ന് സാറ്റർഡേ ഒരു 10:30 ആയിട്ട് കാണും നൈറ്റ്. അപ്പോൾ നമ്മുടെ പിള്ളേർസിന് പുറത്ത് പോകാനൊരാഗ്രഹം. സാറ്റർഡേ നൈറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് പുറത്ത് പോകാൻ, കാരണം സൺഡേ ഹോളിഡേ ആയതുകൊണ്ട് പിന്നെ ഇത്തിരി ഫ്രീ ആവുമല്ലോ. അതുകൊണ്ട് വാപ്പി വന്ന ഉടനെ വാപ്പിയെ സോപ്പിട്ട് രണ്ടുപേരും കൂടെ നമ്മുടെ കേരളാസ് ഫസ്റ്റ് അണ്ടർ ബ്രിഡ്ജ് പാർക്കായ വി പാർക്കിലേക്കാണ് പോകുന്നത്. നമ്മുടെ SN കോളേജിൻ്റെ അടുത്താണ്. നമ്മൾ മാത്രമല്ല, നമ്മളുടെ നൂർജിമയും ഹസ്ബൻഡും കൂടെ ഉണ്ട്. അപ്പം നമ്മളെല്ലാവരും കൂടി ഒരു നൈറ്റ് ആയപ്പോഴേക്കും, അതായത് ഒരു 10-11 മണിയായപ്പോഴേക്കും വി പാർക്കിലേക്ക് എത്തി. വി പാർക്ക് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുകയാണ് കേട്ടോ. ഹൈസൂനും അയിനൂനും ഭയങ്കര സ്പീഡിലങ്ങ് നടക്കുക, വെപ്രാളം കാണിക്കുക. കാരണം അവർക്ക് ആ പ്ലേ സ്റ്റേഷനിൽ പ്ലേ ഏരിയയിൽ പോയി കളിക്കാനുള്ള ഒരു വെപ്രാളമാണ്. അങ്ങനെ ഓരോരോ ഏരിയ നമ്മൾ കവർ ചെയ്ത് ഇങ്ങനെ വരികയാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ. സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. ഞങ്ങൾ കഴിഞ്ഞ സാറ്റർഡേ വന്നിരുന്നു. അന്ന് ഭയങ്കര സന്തോഷമായിരുന്നു. കുറച്ച് നേരം ഇരുന്നിട്ട് പോയപ്പോഴത്തേക്ക് അടുത്ത ആഴ്ചയും വരാനുള്ളൊരു ടെൻഡൻസി ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു കേട്ടോ. അതെ, ഈ ചെസ് ബ്ലോക്ക് കണ്ട ആദ്യം ഒന്ന് ഞെട്ടുമല്ലേ. അത്യാവശ്യം വലുപ്പമൊക്കെ ഉള്ള കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അവിടെ രണ്ടുപേരും ഇന്ന് നന്നായി കളിക്കുന്നുണ്ട്. അപ്പോൾ ചുറ്റും കുറച്ച് പേര് ഇത് കാണാനും അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് നിൽക്കുക കേട്ടോ. അവിടെ കളിയൊക്കെ നല്ല തകർത്ത് നടക്കുകയാണ്. അപ്പോൾ നമുക്ക് വി പാർക്കിനെ കുറിച്ച് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടോ? അതെ, വാക്കിംഗ് ട്രാക്സും ബാഡ്മിൻ്റൺ കോർട്സ് ഉണ്ട്, വോളിബോൾ കോർട്സ് ഉണ്ട്, ചെസ് ബ്ലോക്ക് ഉണ്ട്, സ്കേറ്റിംഗ് ഏരിയ ഉണ്ട്. നമ്മുടെ കൊല്ലങ്കാട് നൈറ്റ് ലൈഫ് ഒത്തിരി ചേഞ്ച്, ആ ഒരു കൾച്ചർ ചേഞ്ച് ചെയ്ത ഒരു സ്ഥലമായി എനിക്ക് വി പാർക്ക് തോന്നി കേട്ടോ. കാരണം ഇത്രയും പാട്ടും ആട്ടവും കൂടിരുന്ന് എല്ലാവരും കൂടെ ചേർന്നൊരു ബാൻഡ് പോലൊക്കെ കുറേ ഒരു ടീംസ് ഉണ്ട്, പലതരം ടീംസ് ഉണ്ട്. അവരെല്ലാവരും നിന്ന് അടിച്ച് പൊളിച്ച് പാടിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ പാട്ടൊക്കെ കേൾക്കാനും ആസ്വദിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. പിന്നെ ഏതാണ്ട് നല്ല വാൾ പെയിൻറ്റിംഗ് ഉണ്ട്, കുറേ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. അതെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വോളിബോൾ കോർട്സ് ഉണ്ട്, ബാഡ്മിൻ്റൺ കോർട്സ് ഉണ്ട്, സ്കേറ്റിംഗ് ഏരിയ, ഒരു വലിയ സ്കേറ്റിംഗ് ഏരിയ ഉണ്ട്. കുറേ പേരവിടെ കളിക്കുന്നുണ്ട്. നമ്മുടെ ഐനൂസ് ഹൈസു അതൊക്കെ പെട്ടെന്ന് അങ്ങ് നടന്നു പോവുക കളിക്കാൻ കേട്ടോ. അതേപോലെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ യോഗ മെഡിറ്റേഷൻ സോണുണ്ട്, അതേപോലെ ഓപ്പൺ ജിമ്മ്. ഇതെല്ലാം ഞാൻ പതിയെ കാണിക്കാം കേട്ടോ. നമ്മൾ പെട്ടെന്ന് പോയപ്പോൾ നമ്മുടെ കസിൻസിനെ കണ്ടു, എൻ്റെ കസിൻ സിസ്റ്റേഴ്സിനെയൊക്കെ കണ്ടു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നു. പിന്നീട് നമ്മുടെ ഐനൂസിൻ്റെ വാപ്പി അങ്ങ് കളിക്കാനായിട്ട് അവരെ ടീമിനെ കിട്ടി. അങ്ങനെ അങ്ങ് പോയോട്ടെ. ഞങ്ങൾ കഴിഞ്ഞ സാറ്റർഡേ വന്നിരുന്നു. സാറ്റർഡേ ഞങ്ങൾ കുറച്ച് നേരം നൈറ്റ് ഇവിടെ വന്ന് ഇരിക്കുക ഇപ്പോൾ ഒരു പതിവാക്കി തുടങ്ങി കേട്ടോ. സംഭവം രസകരമായിട്ടുണ്ട്. നമുക്ക് അത്രയും നല്ല റിലാക്സേഷൻ തരുന്ന ഒരു ഏരിയ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെ, നൈറ്റ് ഒരു 1:30 ആയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, 1:30 കഴിഞ്ഞു. ഇപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു, കളി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആർക്കും ഉറക്കമൊന്നും വരുന്നില്ല കേട്ടോ. എന്നാലും എങ്ങനെയെങ്കിലും കളിയിൽ നിന്ന് ഓരോരുത്തരെ പിടിച്ചുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. പിള്ളേർക്കായാലും വലിയവർക്കായാലും എല്ലാവർക്കും കളിച്ചാൽ മതി, കളിച്ചിങ്ങനെ രസിക്കുകയാണ്. ഇതിൻ്റെ കൂടെ ഞാൻ കുറേ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഞങ്ങളെടുത്ത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ വീഡിയോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു സോ മച്ച്. ബൈ.